തലയിൽ പാമ്പ് കടിച്ചെന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ. കടക്കണിയും അഫ്ഗാൻ സംഘർഷവും കൊണ്ട് പൊറുതിമുട്ടുകയാണ് പാകിസ്ഥാൻ. അപ്പോഴാണ് യുദ്ധത്തിന്റെ അനന്തരഫലവും പാകിസ്ഥാനെ വേട്ടയാടുന്നത്. ഹോർമോസ് കടലിടുക്ക് അടച്ചതോടെ ഊർജ്ജ പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നത്. വർക്ക് ഫ്രം ഹോം, ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങി കോവിഡ് കാലത്തേതിന് സമാനമായ രീതിയിലാണ് ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ പദ്ധതിയിടുന്നത്. 28 ദിവസത്തേക്കുള്ള പെട്രോൾ ഡീസൽ സ്റ്റോക്കും 10 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരവും 15 ദിവസത്തേക്കുള്ള LPG മാത്രമാണ് പാകിസ്ഥാൻ ശേഖരത്തിലുള്ളത്. എണ്ണ കമ്പനികൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതുൾപ്പെടെ പാക് ഭരണകൂടം ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. അത്യാവശ്യമുള്ള ജീവനക്കാർ മാത്രം ഓഫീസുകളിൽ എത്തുക, പൊതുഗതാഗതം ഉപയോഗപ്പെടുത്തുക, അധ്യയനം ഓൺലൈനാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാകും മുന്നോട്ട് വയ്ക്കുക. ഇത്തരം ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ട് പാകിസ്ഥാന് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാകില്ലെന്നത് ഉറപ്പാണ്. ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ ജലപാതയാണ് ഹോർമോസ് കടലിടുക്ക്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് വെറും 50 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ കടലിടുക്കിലൂടെയാണ് ലോകത്തെ ഊർജ്ജ പ്രവാഹത്തിന്റെ വലിയൊരു പങ്കും കടന്നുപോകുന്നത്. പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും വലിയ അളവിൽ ദ്രാവക പ്രകൃതിവാതകവും ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.